മലയാളത്തിന് ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുത്ത സീരീസാണ് കേരള ക്രൈം ഫയൽസ്. അതിൻ്റെ 2ാമത്തെ സീസൺ വരുന്നു. സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞാൻ വാസിൽ നിന്നും തുടങ്ങാം. ഓൾറെഡി വിജയായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിന്റെ 2nd സീസൺ വരുന്നു. അപ്പോ അത് ഒരു സന്തോഷമാണോ അതൊരു ഉത്തരവാദിത്ത ബോധമാണോ? എന്താ ഉണ്ടാക്കിയത്? സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ഒരു ഭയങ്കര ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ വേറൊരു സന്തോഷം തന്നെ, ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു, നവാസ് എന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വെയിറ്റിങ്ങിലാണ്, നന്നായിട്ടുണ്ട് എന്നെല്ലാവരും പറഞ്ഞ്. അപ്പോൾ അർജുനൊക്കെ എന്നാലും പറഞ്ഞില്ല അർജുൻ? അപ്പോൾ ഉത്തരവാദിത്തം തന്നെയാണ് അത്. പക്ഷെ ഓക്കെയാണ്, ആരും ഒന്നും ഉണ്ടെന്നില്ല. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ഒക്കെ ചെയ്തിട്ടേ അതിന്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ച് എനിക്കറിയാം നിങ്ങള് അത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ആളാരും തോന്നിയിട്ടില്ല എനിക്ക്. അപ്പൊ ഇത് എങ്ങനെ സാധിക്കും? ഇത് സീസൺ 1 ഇതേ മറ്റേ ഇന്റർവ്യൂല് ഞാൻ ഫുള്ള് കഥ പറഞ്ഞു. ലാസ്റ്റ് ഇന്റർവ്യൂ കട്ട് പറഞ്ഞു, ഡയറക്ടർ അങ്ങോട്ട് കൂടി കുറെ ചീത്ത പറഞ്ഞു. അത് ഞാൻ ഇവര് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ കഥ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞു ഞാൻ, അതുകൊണ്ട് ഒന്നും പറയില്ല. ഇപ്പൊ കുട്ടിയൊക്കെ ആയില്ലേ? ഫസ്റ്റ് കുട്ടി ജനിക്കണ. അതെ അതെ അതെ, അതെ അതെ, ഒരു മുതിർന്ന ഒരു പൗരനായി. മുതിർന്ന വരാൻ 65 വയസ്സാണല്ലോ. അങ്ങനെയുണ്ട്. കുറച്ച് പൗരനായി, അങ്ങനെ ഒരു പക്വത കൂടിയോ പിന്നെ സീസൺ 2 വന്നപ്പോ ക്യാരക്ടറിന്? എന്റെ ക്യാരക്ടർ എസ് എ ആയി. ഞാൻ സീസൺ 1 CP ആയിരുന്നു. സീസൺ 2 ആയപ്പോൾ ഞാൻ എസ് എ ആയി. ഞാൻ ഇച്ചിരി ഏജ് ആയി. കാരണം ഇത് 2011 നടക്കുന്നതായിരുന്നു, 11-13 ആയിരുന്നു. ഇത് റിയൽ ടൈമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. സോ അപ്പം കുറച്ച് ഏജ്, ഞാനും ഒരു ഇച്ചിരി ഒരു mid-30s എന്നുള്ള രീതിയിലാണ്. ഇല്ല, അങ്ങനെ ആ ഒരു ഷെയ്ഡേ ഇല്ല ഇതിൽ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഈവൻ സീരീസും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ റോ ആയിട്ട്, കുറച്ചുകൂടെ സീരിയസ് ക്യാരക്ടേഴ്സും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനെ ഫോളോ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഈ 2nd സീസൺ വന്നേക്കുന്നത്. സീസണിലെ അവിൽമി അങ്ങനത്തെ ഒരു പരിപാടി 2nd സീസണിൽ ഇല്ല. എന്നോട് മേക്കറും അങ്ങനെ പറയുന്നത്, അതായത് ആദ്യത്തേത് ചെയ്തതൊന്നും എനിക്ക് ആവർത്തിക്കണ്ട, രണ്ടാമത്തെ ക്യാരക്ടേഴ്സിനും വേറെ തന്നെ ഒരു ഡിസൈൻ ആണ്. അർജുൻ ഈ പോലീസ് ഓഫീസർ ആവുന്ന സമയത്തെ അതിനെ കുറച്ച് ക്രൂവലായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്. അതായത് ഇപ്പോൾ പ്രതിയോഗികളെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 3rd ഡിഗ്രി പണിഷ്മെന്റ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനത്തെ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്കറിയാം അർജുന് അങ്ങനത്തെ സീൻസ് സിനിമയിൽ അങ്ങനെ കണ്ടിരിക്കാൻ അത്ര ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല, വയലന്റ് ആയിട്ടുള്ള സീൻസ്. പക്ഷെ അറിയാതെ ചില സിനിമയിലൊക്കെ അർജുന അത് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇപ്പൊ പോപ്പ് സിറ്റിയില് നിങ്ങളൊരു ഹിറ്റ്മാൻ ആണ്, കണ്ണൂർ സ്കോഡിൽ. അത് അതിനങ്ങനെ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ബോളിവുഡില്, പാരലൽ സിനിമ അങ്ങനെ. അപ്പൊ കണ്ണൂർ സ്കോഡില് നിങ്ങളൊരു ഭയങ്കര റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇതിലേക്ക് വരുമ്പോൾ പോലീസ് ഓഫീസർ ആണല്ലോ. അപ്പൊ അത് പിന്നെയും ഒന്ന് പുഷ് ചെയ്യുക, ആ ഒരു ഡാർക്ക് സൈഡ് പുഷ് ചെയ്യുക, അത് എളുപ്പമാണോ? അല്ല, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ അല്ല ഇത്. നോബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി ലൈഫിൽ നോബിളാ, അങ്ങനത്തെ ഒരു നൈസ് ക്യാരക്ടർ. അപ്പോൾ ഫൈനലി എനിക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എല്ലാം കഴിഞ്ഞ് ഒരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. നോബിളിന്റെ ക്യാരക്ടർ അത്രയും ഒരു സ്പോർട്സ് കോട്ടയിൽ വന്ന് ജോയിൻ ചെയ്ത പോലീസ് ഓഫീസറാണ്. സോ ഇങ്ങനെ താല്പര്യമില്ല, ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനായിട്ട് പുള്ളി ഇതിൽ പെടുന്നതാണ്. സോ സ്പോർട്സ് കോട്ടയിൽ വന്ന് ജോയിൻ ചെയ്ത് ചുമ്മാ ജോലി നോക്കി പോവുക, അങ്ങനത്തെ ഒരു ആളാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റർ ത്രില്ലർ. അതെ, ഫസ്റ്റ് കേസാണ്. പിന്നെ ഇതിൽ അത്രയും വയലൻസ്, അങ്ങനത്തെ വയലൻസ് ഇല്ല. പോലീസ് ഓഫീസറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വയലൻസ് ഒന്നുമില്ല. സോ അഗൈൻ ഒരു നൈസ് മാൻ ഡൂയിങ് എ റെഗുലർ ഇൻവെസ്റ്റിഗേഷൻ, അത്രേ ഉള്ളൂ. ഈ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളന്ന് കണ്ണൂർ സ്കോഡിന്റെ സമയത്ത് APJ ആവാനുള്ള പ്രിപ്പറേഷൻസിനെ വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. APJ എഴുതിയിട്ടുള്ള റിട്ടേൺ നോട്ട്സ് ഒക്കെ വായിച്ച് തലേദിവസം പോകുന്ന അർജുൻ. അപ്പൊ അത് നമ്മുടെ പ്രിപ്പയർ ചെയ്യില്ല, ചിലപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു റെഗുലർ പോലീസ്മാൻ ആവുക, അത് നമുക്കിപ്പോൾ പേപ്പറായിട്ട് വായിക്കുമ്പോഴേ അത് ഭയങ്കര റെഗുലർ ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മുമ്പ് ചെയ്ത ആളുകളുടെ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടേതായ ഒരു വേർഷൻ ക്രിയേറ്റ് ആവണം എന്ന ആളുകളായിട്ട് അടുത്ത് നിൽക്കുകയാണ്. കാരണം ഫസ്റ്റ് സീസൺ പോലീസുകാരെ കുറച്ചുകൂടി സാധാരണ ആളുകളായിട്ടാണ് ഫസ്റ്റ് സീസണിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ പ്രിപ്പറേഷൻസ് ഏത് ലെവലില്?
നമ്മളിപ്പോൾ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറേ റെഫറൻസസ് ഉണ്ടല്ലോ സിനിമയിൽ. നമ്മൾ എസ്പെഷ്യലി മലയാളം സിനിമയിൽ പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഫേവറേറ്റ് ഒരു ജോണറാണ്. പക്ഷെ ബാഹുൽ ഇത് എഴുതിയപ്പോൾ ബാഹുലിൻ്റെ റൈറ്റിങ്ങും ബാഹുലിൻ്റെ ഈ ഡിസ്കഷൻസിൽ ബാഹുൽ ഒരുപാട് ഫീഡ് ചെയ്യും ബിഫോർ ഷൂട്ട്, ബിഫോർ സീൻ. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം തോന്നിയില്ല. അതെ. പിന്നെ ഇതിൽ ഫസ്റ്റ് സീസൺ പോലെ ഫസ്റ്റ് സീസണിൽ കുറേ പേഴ്സണൽ ലൈഫിന് കുറേ സീൻസും പിന്നെ റൈറ്റിങ്ങിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതൊന്നുമില്ല. ഇതിൽ പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് ഓഫീസിൻ്റെ ഈ പേഴ്സണൽ ലൈഫ് കുറച്ചൊന്നുമേ ഇല്ല. ഇറ്റ്സ് പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ, ഫോക്കസ്ഡ് ആയിട്ടൊരു സീരീസാണ്. സോ റിട്ടൺ മെറ്റീരിയൽ വെച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പറേഷൻ. എനിക്കറിയാം നല്ല പേടിയുണ്ടെന്ന് എന്തെങ്കിലും എന്താ ടെൻഷൻ പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ നല്ല കാരണം എന്ന് പറയുന്നത് ഞാൻ ഡോക്ടറാണ്, കഥയില് പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അങ്ങനെയും പറയില്ല. ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, ക്രൂഷ്യൽ ക്യാരക്ടർ. പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു അർജുന, ഈ ക്രൂഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ മരിക്കും. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ പണ്ടിപ്പോ ചില ആക്ടേഴ്സിന്റെ അനിയത്തിമാരൊക്കെ അധികം പടത്തിൽ മരിക്കും. ഈ അനിയത്തിയെ കൊണ്ടൊരു ബെഞ്ച് എടുക്കാനില്ല. അപ്പൊ ആ ക്യാരക്ടറിന് സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു നായിക അല്ലാത്തൊരു ക്യാരക്ടർ ആയിട്ട് നമുക്കറിയാം ആ ക്യാരക്ടർ മരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനകത്തൊരു നമ്മൾ ടീസറിൽ കാണുന്ന ട്രെയിലറിൽ കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഞാനൊരു സ്റ്റേറ്റ്മെന്റും പറയില്ല, നിങ്ങൾക്ക് ഞാൻ ഒരു രീതിയിലുള്ള പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ആസ് എ സെലിബ്രിറ്റി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും മീഡിയ എന്ന് പറയുമ്പോ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും പറയൂ. അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ യൂഷ്വലി അങ്ങനെ ശ്രദ്ധിച്ച് പറയുന്ന ഒരാളാണ്. അങ്ങനെ എന്ത് പറയണം എന്ത് പറയണ്ട അത്യാവശ്യം ധാരണയുണ്ട് എനിക്ക്. ഈ വെബ് സീരീസിന് വേണ്ടി അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല. നമ്മുടെ ഒരു 2 മണിക്കൂർ കൺസ്ട്രെയിൻ ഇല്ല അവിടെ. കുറച്ചുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കുറച്ചുകൂടി ക്യാരക്ടറിന് കുറച്ചുകൂടി ജേർണി ഉണ്ട്. അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടി ഈ എന്താ പറയുക ഷോർട്ടുകൾക്കിടയിൽ അഭിനയിക്കേണ്ട, കുറച്ചുകൂടി ശ്വാസം വിട്ട് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു ടേക്ക് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സീരീസ് ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഹിന്ദി ആണ് എനിക്ക് കുറച്ചും കൂടെ ടൈം. ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 hour ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിന് സൈലൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. അങ്ങനെ അപ്പം ഇതില് ബാഹുവാണ് വിളിച്ചത്. അമ്മിണിപ്പിള്ള നമുക്ക് അപ്പം അറിയാം. അപ്പം ബാഹുവാണ് വിളിച്ചത്. അഹമ്മദിനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, അറിയാം. അവര് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ വിളിച്ചതാ. അപ്പൊ ബാഹു ഭയങ്കര കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്യും. പ്ലസ് പറയണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ല. അതായത് ഞാനിതിന്റെ ഒരു ഫസ്റ്റ് പോർഷനിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് തന്നൊരു ഫീഡ് ഉണ്ട്. അത് ഭയങ്കര ഇലോബറേറ്റഡ് ആയിട്ട് എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ ഡീൽ ചെയ്യുന്ന എല്ലാവരെയും കുറിച്ച് എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് പിന്നെ ഞാനും അർജുനൊക്കെ ഉള്ള ഒരു സീൻ്റെ അകത്തേക്ക് വന്നപ്പോൾ വീണ്ടും എനിക്കൊരു ബ്രീഫ് തന്നു. ആ ബ്രീഫിൽ പുതിയ കുറെ ഇൻഫർമേഷൻ. ഇതൊക്കെ എവിടുന്നാ? അതായത് അന്നേ ഒരു പക്ഷേ ഞാൻ വേണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു, പക്ഷെ ആ സീനിന് അത് ആവശ്യമില്ല. പക്ഷെ ഈ സീൻ ചെയ്യുമ്പോൾ അത് ആവശ്യമുണ്ട്. അത്രയും ശ്രദ്ധിച്ച് ഓരോ കഥാപാത്രത്തിനെയും ബ്രീഫ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഇവരുടെ സെറ്റിലെ എനർജി ഭയങ്കര രസമാണ്. അഹമ്മദിന്റെ എന്താ പറയാ അസിസ്റ്റൻസും പിന്നെ സിനിമാറ്റോഗ്രാഫറും ഇവരെല്ലാവരുടെയും ഒരു എനർജി. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വാക്തർക്കം ഉണ്ടായിരുന്നു. അർജുൻ വന്നിട്ട് പറയായിരുന്നു തൊട്ട് മുന്നേ ഒരു വെബ് സീരീസ് ചെയ്തു. അപ്പോൾ ആ വെബ് സീരീസിൽ ഭയങ്കര നല്ല എനർജി ആയിരുന്നു. അപ്പൊ ഇത് മോശമാണല്ലേ ഇവര് തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗോ ബാക്ക്. അങ്ങനെ തോന്നുന്ന ഒരു സെറ്റായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി ഇതുവരെ വന്ന മലയാളത്തിലെ എല്ലാ സീരീസിനെയും വെച്ച് ഒരു പടി കൂടെ മുന്നിലുള്ളതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. ഞാൻ കേട്ടിടത്തോളം. ഇതിലും ഞാൻ അറിയാത്ത ഒരുപാട് കഥകളുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ